സ്റ്റോക്ക് ഷുഡ് ബി വാല്യൂഡ് അറ്റ് കോസ്റ്റ് ഓർ NRV whichever is lower. അതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത്. അതേപോലെ അബ്നോർമൽ ലോസ് നമ്മൾ കോസ്റ്റ് ആണ് കാണിക്കേണ്ടത്, ക്രെഡിറ്റ് സൈഡ് ട്രീറ്റ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അതിന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ. ഓക്കെ, ട്രീറ്റ്മെന്റ് പഠിച്ചു. പിന്നെ ഞാനിപ്പോ എന്താ പറയുന്നത് വെച്ചാൽ ഈ കോസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കും? ഓക്കെ, കൺസൈൻമെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ കോസ്റ്റ് എന്ന് പറയുന്നത്, ഞാൻ കൺസൈനർ ആണെങ്കിൽ കൺസൈനിക്ക് അയക്കുന്ന എക്സ്പെൻഡിച്ചർ മാത്രമല്ല കോസ്റ്റ്. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ വാങ്ങിക്കാനുള്ള എക്സ്പെൻഡിച്ചർ മാത്രമല്ല കോസ്റ്റ്. എനിക്ക് ആ ഗുഡ്സ് കിട്ടി, എന്റെ ആ ഗുഡ്സ് സെയിലബിൾ കണ്ടീഷനിൽ എത്തണം. സെയിലബിൾ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസൈൻമെന്റിന് സെയിൽ നടക്കണമെങ്കിൽ ഞാൻ എന്റെ കയ്യിൽ വെച്ചിട്ട് കാര്യമില്ല. ഞാൻ എന്ത് ചെയ്യണം? സെയിൽ ചെയ്യണമെങ്കിൽ അയക്കണം. ഞാൻ എന്റെ നിന്ന് അയച്ച് കൺസൈനിക്ക് കിട്ടുന്നവരുള്ള എല്ലാ എക്സ്പെൻഡിച്ചറും എന്താണ്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് ആണ്. അത് മാത്രമല്ല, അവിടുന്ന് കൺസൈനിന്റെ ഗോഡൌണിൽ എത്തിക്കാൻ വേണ്ടിയിട്ട്, ഓക്കെ, അല്ലെങ്കിൽ എവിടുന്നാണോ അവര് വിൽക്കുന്നത് അവിടെ എത്തിക്കുന്ന വരെയുള്ള എല്ലാ എക്സ്പെൻഡിച്ചറും എന്താണ്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് ആണ്. അതായത് ഇപ്പൊ ന്യൂഡൽഹിയിലേക്ക് ഞാൻ അയച്ചതെങ്കിൽ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ഗുഡ്സ് എത്തി. അത് ഗുഡ്സ് എത്തിക്കാൻ ഗുഡ്സ് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യൂല? കൺസൈനിന്റെ ഗോഡൌണിലേക്ക് പോകൂല. നമ്മൾ ആർന്ന് ഒരാളെ ലോഡ് ചെയ്യിപ്പിക്കണം. ലോഡ് ചെയ്യിപ്പിക്കൽ മാത്രമല്ല, അവിടെ എന്ത് ചെയ്യണം? ലോഡ് മാത്രം കയറ്റിയാൽ പോരാ, ഒരു ഗുഡ്സ് ആമറ്റം പിടിക്കണം. അല്ലെങ്കിൽ തലയിൽ എന്ത് ചെയ്യണം? കൺസൈനി ചുമന്നിട്ട് പോകേണ്ടി വരും. നടക്കോ? ഇല്ല, പ്രാക്ടിക്കലി നടക്കൂല. അതുകൊണ്ട് തന്നെ ആ എക്സ്പെൻഡിച്ചേഴ്സ്, ഓക്കെ, കൺസൈനിന്റെ ഗോഡൌൺ എത്തുന്നവരുള്ള എല്ലാ എക്സ്പെൻഡിച്ചേഴ്സും കോസ്റ്റ് ഓഫ് ഗുഡ്സ് ആണ്. ഓക്കെ, അതാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞത്. ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഞാൻ ഇപ്പൊ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ്. ഇമ്പോർട്ടന്റ് ചോദിച്ചാൽ ഇമ്പോർട്ടന്റ് ആണ്. മനസ്സിലാക്കിയിട്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? കിളി ഇങ്ങനെ പോകും. ഓക്കെ, ഒരു കാര്യം മനസ്സിലാക്കോ, അബ്നോർമൽ ലോസ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നത് കോസ്റ്റിലാണ്. അതേപോലെ ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ ട്രേഡിംഗ് അക്കൗണ്ട് അല്ലെങ്കിൽ കൺസൈൻമെന്റ് അക്കൗണ്ടിൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യേണ്ടത് കോസ്റ്റിലാണ്. രണ്ടും കോസ്റ്റിലാണ് എന്ത് ചെയ്യേണ്ടത്? ട്രീറ്റ് ചെയ്യേണ്ടത്. പറയുന്ന മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ, ഇനി നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ കോസ്റ്റ് ഓഫ് അബ്നോർമൽ ലോസ് എത്ര, കോസ്റ്റ് ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് എത്ര? രണ്ടും സെയിം ആയിരിക്കൂലേ? സെയിം ആയിരിക്കും. ചിലപ്പം സെയിം ആയിരിക്കൂല. ചിലപ്പം സെയിം ആയിരിക്കും, ചിലപ്പം സെയിം ആയിരിക്കൂല. എപ്പോഴാണ് സെയിം അല്ലാത്ത? അതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാല് ചില കേസിൽ കോസ്റ്റ് ഓഫ് അബ്നോർമൽ ലോസ് സെയിം ആയിരിക്കും, കോസ്റ്റ് ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് സെയിം ആയിരിക്കും. ചില കേസിൽ ഇത് രണ്ടും ഡിഫറെന്റ് ആയിരിക്കും. ഡിഫറെന്റ് ആയിട്ട് എങ്ങനെയാ വരാ, എപ്പോഴാ വരാ, എത്രയാ വരാ, അത് നമ്മൾ മനസ്സിലാക്കണം. എത്ര എന്നുള്ളത് ക്വസ്റ്റ്യൻ മാറുന്നതിനനുസരിച്ച് മാറും, പക്ഷെ കൺസെപ്റ്റ് അത് മാറൂല. കൺസെപ്റ്റ് മാത്രം മനസ്സിലാക്കിയാണ് നമ്മൾ ശ്രദ്ധിക്കും. ഒരു കൺസൈനിക്ക് എന്ത് ചെയ്ത് ഗുഡ്സ് അയച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു കൺസൈനർ എന്ത് ചെയ്തിട്ടുണ്ട്? കൺസൈനിക്ക് ഗുഡ്സ് അയച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു കൺസൈനിക്ക് ഗുഡ്സ് അയച്ചിട്ടുണ്ട്. അയച്ചത് 100 യൂണിറ്റ്സ് ആണ്. എത്രയാണ് അയച്ചത്? 100 യൂണിറ്റ്സ്. പക്ഷെ കൺസൈനിക്ക് റിസീവ് ചെയ്തത് 90 യൂണിറ്റ്സ് ആണ്. എത്ര കിട്ടിയത്? 90 യൂണിറ്റ്സ്. ഓക്കെ, എന്നിട്ട് ഞാൻ പറയുന്നത് 10 യൂണിറ്റ്സ് അബ്നോർമൽ ലോസ് ആണ്. 10 യൂണിറ്റ്സ് എന്താണ്? അബ്നോർമൽ ലോസ്. പറയുന്ന മനസ്സിലാകുന്ന മക്കളെ? കൺസൈനിക്ക് അയച്ചു 100 യൂണിറ്റ്സ്. അയക്കുമ്പോ എത്ര ഉണ്ടായത്? 100 യൂണിറ്റ്സ് തന്നെയാണ്. പക്ഷെ കിട്ടുമ്പോ കൺസൈനിക്ക് എത്ര കിട്ടിയിട്ടുള്ളൂ? 90 യൂണിറ്റ്സ്. എന്ത് ചെയ്ത്? നമ്മൾ പോകുന്നതിന്റെ ഇടക്ക് 10 ഗുഡ്സ് എങ്ങനെയോ നഷ്ടപ്പെട്ടു പോയി. ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? ആ ഗുഡ്സ് ആ ലോറിയിൽ നിന്ന് വീണ് പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ കള്ള കട്ടോട് പോയിട്ടുണ്ടാവും. ഓക്കെ, വാട്ട് എവർ, ഇറ്റ് ഈസ് നോട്ട് എ നോർമൽ ലോസ്, ഇറ്റ് ഈസ് എൻ അബ്നോർമൽ ലോസ്. ഓക്കെ, ഇറ്റ് ഈസ് എൻ അബ്നോർമൽ ലോസ്. ചിലപ്പോൾ ആ ഡ്രൈവർ തന്നെ അടിച്ചു മാറ്റിയിട്ടുണ്ടാവും. എന്തെങ്കിലും ആയിക്കോട്ടെ, അതൊന്നും നമ്മൾ നോക്കണ്ട. അബ്നോർമൽ ലോസ് ആണ്. നിങ്ങൾ നോക്കിയാട്ടെ, 100 യൂണിറ്റ്സിന്റെ കോസ്റ്റാണ് ഞാൻ ഫസ്റ്റ് ട്രീറ്റ് ചെയ്യാൻ പോകുന്നത്. മക്കളെ മനസ്സിലാക്കോ? 100 യൂണിറ്റ്സിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 100 യൂണിറ്റ്സ് 8 രൂപക്കാണ് ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ചത്. അതായത് 100 × 8 എന്ന് പറയുന്നത് 800 rupees ആണ്. ഓക്കെ, ഞാൻ ഈ ഗുഡ്സ് കൺസൈനിക്ക് അയക്കാൻ വേണ്ടിയിട്ട് ചെലവായത് ഫ്രൈറ്റ് എന്ന് പറഞ്ഞിട്ട് കൺസൈനർ പേ ചെയ്ത എമൗണ്ട് 100 രൂപയാണ്. ഓരോ യൂണിറ്റ്സിനും നമുക്ക് അങ്ങനെ പറയാൻ പറ്റൂല. 100 രൂപ ഒരു ബൾക്ക് എമൗണ്ടാ പറയാം. അത് നമുക്ക് യൂണിറ്റിലേക്ക് മാറ്റാൻ പറ്റും. എന്താ ചെയ്യേണ്ടത്? എത്രയാണ് യൂണിറ്റ് ഉള്ളത് അത് ഡിവൈഡ് ചെയ്താൽ മതി. 100 / 100 എന്ന് പറയുമ്പോൾ ഒരു യൂണിറ്റിന് 1 രൂപ. അത് എങ്ങനെ ആയിക്കോട്ടെ. ഓക്കെ, ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ യൂണിറ്റ് ബേസ്ഡ് തരും. ഓക്കെ, എങ്ങനെ തന്നാലും നമ്മൾ ചെയ്യണം. ഫ്രൈറ്റ് എന്ന് പറയുന്നത് ടോട്ടൽ തരും, ചിലപ്പോൾ യൂണിറ്റ് തരും. ടോട്ടൽ തന്നാൽ ടോട്ടൽ എടുക്കുക, യൂണിറ്റ് തന്നാൽ യൂണിറ്റ് എടുക്കുക.
ഇപ്പൊ നമുക്ക് തന്ന ടോട്ടലാണ് 100 rupees ആണ് ഫ്ലൈറ്റ് ചാർജസ് എന്ന് പറയുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ താണക്കുന്ന് താണക്കുന്ന് കണ്ണൂരേക്ക് പോകാനുള്ള ഇത് 100 രൂപയെ ചാർജ്. കൺസൈനർ അയച്ചതാണ്, കൺസൈൻമെന്റ്. ഓക്കെ, താണക്ക് ഒരു ഷോപ്പ് ഉണ്ട്, കണ്ണൂർ ഒരു ഷോപ്പ് ഉണ്ട് വിചാരിക്കും. എന്നിട്ട് ടോട്ടല് ഈ 100 രൂപന്റെ ഗുഡ്സിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 900 rupees. എത്രയാണ്? 900 rupees. 900 is the cost for 100 units. 900 is the cost for 100 units. അതായത് ഒരു യൂണിറ്റിന്റെ കോസ്റ്റ് എത്രയാ മക്കളെ? എത്രയാണ് ഒരു യൂണിറ്റിന്റെ കോസ്റ്റ്? 1 unit കോസ്റ്റ് അല്ലെങ്കിൽ കോസ്റ്റ് പെർ യൂണിറ്റ്. ഓക്കെ, ബ്രാക്കറ്റിൽ കോസ്റ്റ് പെർ യൂണിറ്റ് എന്നാ പറയാ. കോസ്റ്റ് പെർ യൂണിറ്റ് ഈസ് ഈക്വൽ ടു, അതായത് 900 എന്ന് പറയുന്നത് ടോട്ടൽ കോസ്റ്റ് ആണെങ്കിൽ 100 ഗുഡ്സിന്റെ പൈസ 900 ആണെങ്കിൽ ഓക്കെ 100ന്റെ എത്രയാണ്? 900 എന്ന് പറയുന്നത് 100 യൂണിറ്റ്സിന്റെ കോസ്റ്റ് ആണെങ്കിൽ ഒരു യൂണിറ്റിന്റെ കോസ്റ്റ് എത്രയാ? 9 രൂപ. എത്രയാണ്? 9 രൂപ. പറയുന്ന മനസ്സിലാകുന്നുണ്ടോ മക്കളെ? പറയുന്ന മനസ്സിലാകുന്നുണ്ടോ? അതായത് നമ്മൾ 100 ഗുഡ്സ് അയക്കാൻ വേണ്ടി നമുക്ക് ചെലവായത് 9 രൂപയാണ്. 100 ഗുഡ്സ് അയക്കാൻ വേണ്ടിട്ട് എത്ര പൈസ ചെലവായത്? 9 രൂപ. വാങ്ങിച്ചതിന്റെ പൈസ 9 രൂപ, 8 രൂപയും 1 രൂപ ഫ്ലൈറ്റും. അന്നേരം ടോട്ടൽ കൂടുമ്പോൾ എത്രയായി? 9 രൂപയായി. അതായത് നമ്മൾ അയച്ചു 100 ഗുഡ്സ് എന്ത് ചെയ്തു? അയച്ചു. പക്ഷെ അവർക്ക് എത്ര കിട്ടിയത്? 90 ഗുഡ്സ് മാത്രമേ കിട്ടിയിട്ടു. നമ്മൾ 10 ഗുഡ്സ് നഷ്ടപ്പെട്ടില്ല മക്കളെ, 10 ഗുഡ്സ് നഷ്ടപ്പെട്ടില്ലേ? അതുകൊണ്ട് ആ നഷ്ടപ്പെട്ടതിന്റെ കോസ്റ്റ് കണ്ടുപിടിക്കണ്ടേ? അബ്നോർമൽ ലോസിന്റെ കോസ്റ്റ് കണ്ടുപിടിക്കണ്ടേ? നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം? അബ്നോർമൽ ലോസ് ഈക്വൽ ടു അബ്നോർമൽ ലോസ് ഈക്വൽ ടു 9 ആണ് ഒന്നിന്റെ കോസ്റ്റ്. 9 into 10 units, 9 rupees into 10 units, that is equal to 90 rupees. എത്രയാണ്? 90 rupees. പറയുന്ന മനസ്സിലാകുന്ന മക്കളെ? ഇത് ഓക്കെ ആണ് എല്ലാവരും? മക്കളെ കൺസൈനിക്ക് കിട്ടുന്നത് 90 യൂണിറ്റ്സ് ആണ്. ഇനി കൺസൈനിന്റെ പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് പറയാം. ഓക്കെ, കൺസൈനിന്റെ പോയിന്റ് ഓഫ് വ്യൂ നമ്മളെ പോയിന്റ് ഓഫ് വ്യൂ തന്നെയാണ്, ശ്രദ്ധിക്കുക എല്ലാവരും. അതായത് കൺസൈനി എന്ത് ചെയ്തെന്ന് വെച്ചാൽ കൺസൈനിക്ക് 90 യൂണിറ്റ്സ് കിട്ടി 9 റുപ്പീസിന്റെ. അതായത് 9 into 90 എന്ന് പറയുന്നത് 9 9s are 81, 810 റുപ്പീസ് വരുന്നുണ്ട്. ഓക്കെ, 810 റുപ്പീസിന്റെ ഗുഡ്സ് ആണ് കിട്ടിയിട്ടുള്ളൂ. ശരിക്കും നമ്മൾ എത്ര അയച്ചത്? 900ന്റെ ഗുഡ്സ് അയച്ചിട്ടുണ്ട്. പക്ഷെ അയാൾക്ക് എത്ര കിട്ടിയിട്ടുള്ളൂ? 810ന്റെ ഗുഡ്സ് കിട്ടിയിട്ടുള്ളൂ. ഓക്കെ, എന്നിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അതിനുശേഷം അതായത് ഞാൻ ഈ സൈഡ് മൊത്തം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത എന്താന്ന് വെച്ചാൽ ഈ കൺസൈനി എന്ത് ചെയ്ത്? ഇൻകർ ചെയ്ത് ഒരു എക്സ്പെൻഡിച്ചർ. ആ എക്സ്പെൻഡിച്ചറിന്റെ പേരാണ് എന്ത്? കാർട്ടേജ്. കാർട്ടേജ് എന്ന് പറയുന്നത് ഡയറക്റ്റ് എക്സ്പെൻഡിച്ചർ. അതായത് നമ്മുടെ ഗുഡ്സ്, അതായത് ഏതെങ്കിലും വെഹിക്കിളിൽ ഗുഡ്സ് കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ പ്രോപ്പറായിട്ട് ആനിമൽസിന്റെ പുറത്ത് നമ്മൾ ആ ഗുഡ്സ് കൊണ്ടുപോകുന്നുണ്ട്, ഈ കാർട്ടേജ് എന്ന് പറയും. ഓക്കെ, കാർട്ടേജ് അതും ഡയറക്റ്റ് എക്സ്പെൻഡിച്ചർ. ഓക്കെ, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് കോസ്റ്റ് എന്ന് പറയുന്നത് ഗുഡ്സ് അവിടെ എത്തുന്നവരുടെ കോസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ കാർട്ടേജ് എന്ന് പറയുന്നത് എത്ര എമൗണ്ട്? അത് 180 ആണ്. ടോട്ടൽ എമൗണ്ട് ആ തന്നത്. ഓക്കെ, ടോട്ടൽ എമൗണ്ട് എടുക്കാം. ഓക്കെ, 099 that is equal to 990. മക്കൾ എത്രയാ കോസ്റ്റ്? 990. ഓക്കെ, ടോട്ടൽ കോസ്റ്റ് എത്രയാണ്? 990. ഓക്കെ, ശ്രദ്ധിക്കും മക്കളെ. 990 എന്ന് പറയുമ്പോൾ എത്ര യൂണിറ്റ്സിന്റെ കോസ്റ്റ് ആണ്? 100 ആണോ 90 ആണോ? ഫസ്റ്റ് പറഞ്ഞട്ടെ മക്കളെ. ഈ കാർട്ടേജ് പേ ചെയ്യുന്നത്, അതായത് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ ഗുഡ്സ് നമുക്ക് എന്ത് ചെയ്യണം? കൊണ്ടുപോകണം നമ്മുടെ ഗോഡൌണിലേക്ക്. ഇപ്പൊ നമ്മുടെ ആകെ 90 ഗുഡ്സാ കിട്ടിയിട്ടുള്ളൂ. എന്നിട്ട് 90 ഗുഡ്സിന്റെ മേലെയാണ് നമ്മൾ ചെലവാക്കുന്നത്. ഓക്കെ, 90 ഗുഡ്സിന്റെ മേലെയാണ് ചെലവാക്കുന്നത്. ഓക്കെ, 90 ഗുഡ്സിന്റെ മേലെ 150 രൂപ. ഓക്കെ, പറയുന്നത് മനസ്സിലാക്കണേ. ടോട്ടൽ കോസ്റ്റ് ഇപ്പൊ എത്ര കിട്ടിയിട്ടുണ്ട്? 990 കിട്ടിയിട്ടുണ്ട്. എന്ത് കിട്ടിയിട്ടുണ്ട്? 990 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്ക്. ഓക്കെ, അതായത് ഇവിടെ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് 990 divided by 90. ഓക്കെ, 990 divided by 90 എത്രയാണ് എമൗണ്ട് വരുന്നത്? 990 divided by 90 എന്ന് പറയുന്നത് 11 rupees വരും. എത്ര വരും? 11 rupees. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ മക്കളെ? ഒരു യൂണിറ്റിന്റെ കോസ്റ്റ് എത്രയാ? 11 rupees. നിങ്ങൾ വിചാരിക്കുക, ശ്രദ്ധിക്കുക. ഈ 90 യൂണിറ്റ്സ് കൺസൈനിക്ക് കിട്ടി. അതിനുശേഷം കൺസൈനി 85 യൂണിറ്റ്സ് സെയിൽ ചെയ്തു. എന്ത് ചെയ്തു? 85 യൂണിറ്റ്സ് സെയിൽ ചെയ്തു.
സെയിൽ ചെയ്താൽ പ്രശ്നമൊന്നുമില്ല. സെയിൽ ചെയ്താൽ സെയിൽ എമൗണ്ട് നമ്മൾ ജനറലി കാണിക്കാം. ബാക്കി 5 യൂണിറ്റ്സ് ബാലൻസ് ഉണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക്. എന്താണ് 5 യൂണിറ്റ്സ് ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്. എന്റെ ചോദ്യം എല്ലാവരും ശ്രദ്ധിച്ചോ, ക്ലോസിംഗ് സ്റ്റോക്ക് 5 യൂണിറ്റ്സ് വാല്യൂ ചെയ്യേണ്ടത് ഓക്കെ നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിച്ച കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് 9 റുപ്പീസിലാണോ അല്ലെങ്കിൽ 11 റുപ്പീസിലാണോ? ചിന്തിച്ചിട്ട് പറഞ്ഞാൽ മതി, വെറുതെ ബ്ലണ്ടർ പറയേണ്ട ആവശ്യമില്ല. ഒന്നുകൂടി ആ എക്സാമ്പിൾ റിപ്പീറ്റ് ചെയ്യാം. 85 യൂണിറ്റ്സ് നമ്മൾ എന്ത് ചെയ്തു, സെയിൽ ചെയ്തു. ഓക്കെ 85 യൂണിറ്റ്സ് നമ്മൾ എന്ത് ചെയ്തു, സെയിൽ ചെയ്തു. സെയിൽ ചെയ്തതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട, സെയിൽ പ്രൈസ് ഓണം ജേർണൽ എൻട്രി പാസ് ചെയ്യാം. പക്ഷെ ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ കാണിക്കണം. ക്ലോസിംഗ് സ്റ്റോക്ക് കാണിക്കാൻ 5 യൂണിറ്റ്സ് ഉണ്ട്. 5 യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണിക്കാം, എമൗണ്ട് എന്ന് പറഞ്ഞാൽ കാണിക്കാം. ഇവിടെ നോക്കുമ്പോൾ 2 കോസ്റ്റ് ഉണ്ട്, 2 കോസ്റ്റ്. ഒരു കോസ്റ്റ് 9 രൂപയും ഒരു കോസ്റ്റ് 11 രൂപയും. എന്റെ ചോദ്യം 9 കാണിക്കണോ 11 കാണിക്കണോ? വിച്ചെവർ ഈസ് ലോവർ ആണോ മക്കൾ എടുക്കേണ്ടത്? ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ 11 ട്രീറ്റ് ചെയ്യണോ 9 ട്രീറ്റ് ചെയ്യണോ? മക്കളെ 9 എന്ന് പറയുന്നത് നമ്മുടെ അബ്നോർമൽ ലോസിന്റെ കോസ്റ്റ് ആണ്. ഓക്കെ ഓ സർ ഫസ്റ്റ് തന്നെ ടോപ്പിക്ക് പറഞ്ഞില്ലേ, അബ്നോർമൽ ലോസ് ഡിഫറെന്റ് എമൗണ്ട്, നോർമൽ ക്ലോസിംഗ് സ്റ്റോക്ക് ഡിഫറെന്റ് എമൗണ്ട്, അതുകൊണ്ട് നമ്മൾ 11 പറഞ്ഞത്. അങ്ങനെയല്ല, അങ്ങനെയൊന്നും ചിന്തിക്കരുത്. അതായത് അബ്നോർമൽ ലോസ് എന്ന് പറയുമ്പോൾ അബ്നോർമൽ ലോസ് നമ്മൾ അവിടെ എത്തുന്നവരെ എക്സ്പെൻഡിച്ചർ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ ക്ലോസിംഗ് സ്റ്റോക്ക് അങ്ങനെയല്ല. ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചപ്പം ചെലവുണ്ടായിരുന്നു, ഞാനിവിടെ അയക്കുമ്പോൾ ചെലവുണ്ടായിരുന്നു. ഞാൻ അയച്ചത് മാത്രമല്ല, അയച്ചിട്ട് അവിടുന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, കൺസൈൻ ആദ്യം എന്ത് ചെയ്തിട്ടുണ്ട്, അതിന്റെ ഡയറക്റ്റ് എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ 3 എക്സ്പെൻഡിച്ചർ എടുക്കണം. അതായത് ഞാൻ വാങ്ങിക്കുമ്പോൾ 8 രൂപ, ഞാൻ അയക്കുമ്പോൾ 1 രൂപ, 9 രൂപയായി. അവിടുന്ന് ചെലവായത് 2 രൂപ. എങ്ങനെ 2 രൂപ കിട്ടിയ സാറേ? 180 റുപ്പീസാണ് കാർട്ടേജ്. 180 റുപ്പീസാണ് കാർട്ടേജ്. 180 റുപ്പീസ് എന്ന് പറയുന്നത് കാർട്ടേജ് 90 യൂണിറ്റ്സിനാണ്. അതായത് ഒരു യൂണിറ്റ് 2 രൂപ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ 8 + 1 9, 9 + 2 11. സാർ ഇങ്ങനെ കിട്ടോ? ആ ഇങ്ങനെയും കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, നിങ്ങൾ സെക്കൻഡ് ടൈം കണ്ടുപിടിച്ച് കോസ്റ്റ് എടുത്താൽ മതി. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ മക്കളെ? ഒന്നുകൂടി പറയാം. പർച്ചേസ് പ്രൈസ് 8 റുപ്പീസാണ് നമുക്ക് സ്പെസിഫിക് ആയിട്ട് തന്നിട്ടുണ്ട്, 8 റുപ്പീസ്. ഓക്കെ നമ്മൾ എന്ത് ചെയ്തു, ഫ്ലൈറ്റ് ഇൻകർ ചെയ്തു. ഫ്ലൈറ്റ് 100 രൂപ ഇൻകർ ചെയ്തു. 100 യൂണിറ്റ്സിന് 100 രൂപ എന്നാണ്. ഒരു യൂണിറ്റിന് എത്രയാ? 1 റുപ്പീസ്. നമ്മൾ പെർ യൂണിറ്റ് എടുക്കുന്ന ഇപ്പോ. അന്നേരം 9 റുപ്പീസ് ആണ് കോസ്റ്റ് പെർ യൂണിറ്റ്. ഓക്കെ അത് ഫസ്റ്റ് സെഗ്മെന്റ്. അയാൾക്ക് കിട്ടിയതിന് ശേഷം, അയാൾക്ക് കിട്ടി കൺസൈനിക്ക് എന്ത് ചെയ്തു, കാർട്ടേജ് ഇൻകർ ചെയ്തു. കാർട്ടേജ് എത്ര ഇൻകർ ചെയ്യുന്നത്? 180 റുപ്പീസ്. മക്കളെ 180 ഇൻകർ ചെയ്യുന്നത് 90 യൂണിറ്റ്സ് ആണ്, നോട്ട് 100 യൂണിറ്റ്സ്. 90. കാരണം മക്കളെ അയാൾക്ക് കിട്ടിയതിന്റെ മേലെ എക്സ്പെൻഡിച്ചർ ഇൻകർ ചെയ്യാൻ പറ്റും. കിട്ടാത്ത അബ്നോർമൽ ലോസിന്റെ മേലെ നമുക്ക് ഇൻകർ ചെയ്യാൻ പറ്റും? ഇല്ല, പറ്റൂല. അതുകൊണ്ട് തന്നെ 180 / 90 എന്ന് പറയുന്നത് 2 റുപ്പീസ് ആണ്. അതായത് ഇപ്പൊ കോസ്റ്റ് എന്ന് പറയുന്നത് 11 റുപ്പീസ്. ഇപ്പം കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? 11 റുപ്പീസ്. ഇയാൾക്ക് എത്ര യൂണിറ്റ്സ് കിട്ടി എന്നാ പറയുന്നത്? 90 യൂണിറ്റ്സ് അല്ലേ? 90 യൂണിറ്റ്സിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 11 റുപ്പീസ് ആണ്. 9 × 11 നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 990 കിട്ടും. ഓക്കെ 90 × 11 ചെയ്താൽ 990 കിട്ടും. ടോട്ടൽ 990 തന്നെ ആൻസർ. എവിടെ 990 ഇതാ, 990 ഇതാ. പറയുന്ന മനസ്സിലാണോ മക്കളെ? ഇതൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യണമെങ്കിൽ മനസ്സിലാക്കണം. മനസ്സിലാക്കിയാൽ മാത്രം മതി. ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞു. ഓക്കെ ശ്രദ്ധിക്കും. അതായത് മക്കളെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഒന്നും കണ്ടുപിടിക്കണം നിർബന്ധമില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ടോട്ടൽ ബേസ്ഡ് നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി. ടോട്ടൽ ബേസ്ഡ് നിങ്ങൾ കോസ്റ്റ് കണ്ടുപിടിക്കുക. ഇപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം, ക്ലോസിംഗ് സ്റ്റോക്ക് ആണെങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്കിൽ കുറെ എക്സ്പെൻഡിച്ചേഴ്സ് ഉണ്ടാവും. പക്ഷെ അബ്നോർമൽ ലോസ് ആണെങ്കിൽ അബ്നോർമൽ ലോസ് എവിടെയുണ്ടാകുന്ന അതുവരെയുള്ള എക്സ്പെൻഡിച്ചേഴ്സ് മാത്രമേ എടുക്കാൻ പറ്റും. ലോസ് എവിടെയുണ്ടാകുന്ന അവിടെ വരെയുള്ള എക്സ്പെൻഡിച്ചേഴ്സ് മാത്രമേ എടുക്കാൻ പറ്റും. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇനി നമ്മൾ ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. ഓക്കെ ക്വസ്റ്റ്യൻ നമ്പർ 3ലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ രാഗി കൺസൈൻഡ്. ഓക്കെ ആർ കൺസൈൻഡ് 1000 റേഡിയോ സെറ്റ്. ഓക്കെ 1000 റേഡിയോ സെറ്റ് costing of 900 each to Geeta. Are concerned 1000 radio set costing 900 to G. Okay, G എന്ന് പറയുന്ന പേരൊന്നും വലിയ കാര്യമില്ല. കൺസൈൻ her agent. Okay, agent I think I could on 1st July 2016 and Ragi incurred the following expenditure on sending the consignment: freight,
ഇൻഷുറൻസ്. ഓക്കെ, ഇത് രണ്ടും ഡയറക്റ്റ് എക്സ്പെൻഡിച്ചേഴ്സ് ആണ്. അല്ലെങ്കിൽ സർ ഇൻഷുറൻസ് ഡയറക്റ്റ് എക്സ്പെൻഡിച്ചർ ആണ്, കൺസൈനർ ഇൻകർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഡയറക്റ്റ് എക്സ്പെൻഡിച്ചർ ആണ്. സർ അതെങ്ങനെയാ? എന്റെ ഗുഡ്സ് ഇവിടുന്ന് ഡൽഹിയിലേക്ക് പോകണമെങ്കിൽ ഞാൻ ആ വെഹിക്കിൾ ഒന്ന് ഇൻഷുറൻസ് എടുക്കും, ആ ഗുഡ്സിന്റെ മേലെ ഇൻഷുറൻസ് എടുക്കും. എന്തുകൊണ്ടാന്ന് വെച്ചാൽ അഥവാ എന്തെങ്കിലും കണ്ടിൻജൻസി സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് വലിയ ലോസ് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി, എന്നാൽ അത് മാൻഡേറ്ററി ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ അതെന്താ ഡയറക്റ്റ് എക്സ്പെൻഡിച്ചർ ആണ്. ഓക്കെ, എന്താണ് ഡയറക്റ്റ് എക്സ്പെൻഡിച്ചർ? പറയുന്ന മനസ്സിലാകുന്നുണ്ടോ മക്കളെ? ഓക്കെ, ശ്രദ്ധിക്കുക എല്ലാവരും. എന്നിട്ട് അടുത്ത് എന്താ പറയുന്ന വെച്ചാല് ഗീത റിസീവ് ദ ഡെലിവറി ഓഫ് 950 സെറ്റ്സ്. ഗീതക്ക് അത്രേ കിട്ടിയിട്ടുള്ളൂ, 950 റേഡിയോ സെറ്റ് കിട്ടിയിട്ടുള്ളൂ. And account sale dated 30th November 2016 showed that 750 radio sets were sold for 9 lakh rupees. 750 സെറ്റ്സ് എത്രക്ക് വിറ്റു? 9 lakhന് വിറ്റു. ഓക്കെ, and Geeta incurred 10,000 for carriage, 10,500 for carriage. ഓക്കെ, അത് ഗീത ഇൻകർ ചെയ്താണ്. കാരേജ് എന്നെല്ലാം പറയുമ്പോൾ ഡയറക്റ്റ് എക്സ്പെൻഡിച്ചർ ആണ്, അത് മനസ്സിലാക്കിക്കോ. ഗീത വാസ് എൻടൈറ്റിൽഡ് ടു എ കമ്മീഷൻ ഓഫ് 6% ഓൺ സെയിൽ എഫക്റ്റഡ് ബൈ ഹർ. അവൾ കാരണം എത്രയാണോ സെയിൽ ഉണ്ടാകുന്നത് അതിന്റെ മേലെ 6%. ഓക്കെ, അങ്ങനെ തന്നെ നമ്മൾ പഠിച്ചത്. ഷീ ഇൻകർഡ് എക്സ്പെൻസ് അമൗണ്ടിങ് ടു 2,500 ഫോർ റിപ്പയറിംഗ് ദ ഡാമേജ്ഡ് റേഡിയോ സെറ്റ്സ് റിമൈനിങ് ഇൻ ദി ഇൻവെന്ററി. ഓക്കെ, റിമൈനിങ് ഇൻ ദി ഇൻവെന്ററീസ്, അത് ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഓൾറെഡി നമ്മൾ 1000 റേഡിയോ സെറ്റ് അയച്ചപ്പം അതിൽ 950 റിസീവ് ചെയ്തിട്ടുള്ളൂ. 950 തന്നെ ചിലതെല്ലാം എന്തുണ്ട്, ചെറിയ റിപ്പയർസ് ഉണ്ട്. ആ റിപ്പയർസിന് വേണ്ടിയിട്ട് അവൾ എത്ര ചെലവാക്കിയിട്ടുണ്ട്? 2,500 ചെലവാക്കിയിട്ടുണ്ട്. മക്കളെ, ആ 2,500 എന്ന് പറയുന്നത് ഓക്കെ, ആ 2,500 എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് എക്സ്പെൻഡിച്ചർ. ആ 2,500 എന്താണ്? ഇൻഡയറക്റ്റ് എക്സ്പെൻഡിച്ചർ. അതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഷീ ഇൻകർഡ് എക്സ്പെൻസ് അമൗണ്ട് 2,500 ഫോർ റിപ്പയറിംഗ് ദ ഡാമേജ്ഡ് റേഡിയോ സെറ്റ്സ്. ഓക്കെ, നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. അതായത് ഒരു സെക്കൻഡ് ഹാൻഡ് ഗുഡ്സിൽ നമ്മൾ ഒരു എക്സ്പെൻഡിച്ചർ ഇൻകർ ചെയ്തിട്ട് അതിന്റെ എഫിഷ്യൻസി കൂടുമെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റും? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും. അതിനെ ഇവിടെ ഒന്നും പറയാത്തതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ അത് എഫിഷ്യൻസി ഒന്നും കൂടുന്നില്ല, ജസ്റ്റ് ഒരു ചെറിയ എക്സ്പെൻഡിച്ചർ. കാരണം 950 ഗുഡ്സിന് 2,500 രൂപ ചെലവാക്കിയിരുന്നു. ചെറിയ എമൗണ്ട് ആണ്. അതായത് 2,500 ഡിവൈഡ് ബൈ 950 എന്ന് പറയുമ്പോൾ ആകെ വരുന്നത് 2 രൂപയെ മറ്റേ 2 രൂപ എന്ന് ചെറിയ എന്തോ ഒരു മൗൾഡിങ് അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക ജസ്റ്റ് ഒന്ന് സ്ക്രൂ എല്ലാം ഫിറ്റ് ആക്കണം, അങ്ങനത്തെ എന്തെങ്കിലും, അത് ഇൻഡയറക്റ്റ് എക്സ്പെൻഡിച്ചർ. മനസ്സിലായിക്കോ? ആർ ലോഡ്ജ്ഡ്. ഓക്കെ, എ ക്ലെയിം വിത്ത് ഇൻഷുറൻസ് കമ്പനി വിച്ച് വാസ് അഡ്മിറ്റഡ് അറ്റ് 35,000. അതായത് ആർ എന്ന് പറയുന്നത് ആരാണ്? ആർ എന്ന് പറയുന്നത് നമ്മുടെ രാഖി. ഓക്കെ, രാഖി കൺസൈനർ എന്ത് ചെയ്തിട്ടുണ്ട്? ഇത് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. ഓൾറെഡി ഇവിടെ ഇൻഷുറൻസ് എടുത്ത് കാണുന്നുണ്ട്. ഓക്കെ, ഇൻഷുറൻസ് എടുത്തതുകൊണ്ട് തന്നെ നമുക്ക് എന്തായി? 35,000 രൂപ കിട്ടി. എന്ത് 35,000? നമുക്ക് വന്ന 50 സെറ്റിന്റെ നഷ്ടമില്ലേ? കാരണം 1000 അയച്ചിട്ട് അവർക്ക് കിട്ടിയത് എത്രയാണ്? 950. അതിന് 50 നഷ്ടം വന്നിട്ടുണ്ട്. ആ 50 നമ്മൾ എന്ത് ചെയ്യണം? ആ 50 ശരിക്കും അബ്നോർമൽ ലോസ് വരുന്നത്. ആ 50 റിലേറ്റഡ് ആയി നമുക്ക് 35,000 രൂപ കിട്ടിയിട്ടുണ്ട്. 35,000 രൂപ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? കോസ്റ്റ് ഓഫ് അബ്നോർമൽ ലോസ് കണ്ടുപിടിക്കുക. അതിൽ 35,000 കിട്ടി. വേറെ എന്തെങ്കിലും കിട്ടാണ്ടുണ്ടെങ്കിൽ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അബ്നോർമൽ ലോസ് ട്രീറ്റ് ചെയ്യാം. വാട്ടർ. ഓക്കെ, ജേർണൽ എൻട്രീസ് എല്ലാം ഓൾറെഡി പഠിപ്പിച്ചാൽ. സർ, ഇത് എങ്ങനെ അബ്നോർമൽ ലോസ് എന്ന് മനസ്സിലാക്കിയത്? ഇൻഷുറൻസ് പൈസ തന്നോണ്ടാ? എല്ലാ മക്കളെ, ഒരു റേഡിയോ സെറ്റ് അയക്കുമ്പോ, റേഡിയോ സെറ്റ് ഞാൻ ഇവിടുന്ന് ഡൽഹിയിലേക്ക് അയക്കുമ്പോ റേഡിയോ സെറ്റ് തക്കാളിയല്ല, റേഡിയോ സെറ്റ് മുട്ടയല്ല, അവിടെ എത്തുമ്പോഴേക്ക് പൊട്ടാൻ വേണ്ടിയിട്ട് നോർമൽ ലോസ് ഉണ്ടായ. നോർമൽ ലോസ് എന്തെങ്കിലും 1-2 ഉണ്ടാകാൻ പറ്റൂ. ഇത് 50 യൂണിറ്റ്സ് പോയി. 1050 എന്ന് പറഞ്ഞാൽ എത്രയായി? 5%. പറയുന്നത് മനസ്സിലാവുന്നുണ്ടാ? ഇത് കേട് വരുന്നില്ല, ഇത് കറക്റ്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. ആ കറക്റ്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇത് അതുകൊണ്ടാണ് അബ്നോർമൽ ലോസ് ആവുന്നത്. റേഡിയോ സെറ്റ് എന്ന് പറഞ്ഞാൽ റേഡിയോ, മക്കളെ മനസ്സിലാവുന്നുണ്ടാ? അപ്പൊ പണ്ടത്തെ റേഡിയോ. ഓക്കെ, എന്നിട്ട് നമ്മൾ പറയുന്നത് ഷോ ദ കൺസൈൻമെന്റ് അക്കൗണ്ട് ആൻഡ് ഗീതാസ് അക്കൗണ്ട് ഇൻ ദ ബുക്സ് ഓഫ് രാഗി. ഒന്നുമില്ല, നിങ്ങൾ എന്ത് ചെയ്യാം? കൺസൈൻമെന്റ് അക്കൗണ്ടും കൺസൈനീസ് അക്കൗണ്ടും ഒന്ന് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ എന്ത് പറയുന്നില്ല? അതായത് ബാഡ് ഡെപ്റ്റിനെ കുറിച്ചൊന്നും പറയുന്നില്ല, പിന്നെ ഒന്നും പറയുന്നില്ലെങ്കിൽ ഇത് നോർമൽ കമ്മീഷൻ ആണ്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. മക്കളെ, ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് 3rd ഇല്ലസ്ട്രേഷൻ ആണ്. ഓക്കെ, Ragi consigned 1,000 radio sets costing 900 each to Miss Geeta. Journal entry എന്താണ്? Consignment account debtor to എന്താണ്? Goods and non consignment. Okay, എത്രയാണ് amount? 1,000 into 900. Okay, ഞാൻ സ്പെസിഫിക് ആയിട്ട് amount കാണിക്കുന്നതിന് നിങ്ങൾക്ക് കാണുന്നുണ്ട്. 9 lakh rupees വരും. അതിന്റെ ഡെബിറ്റും ക്രെഡിറ്റും ഗീത ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഗീതന്റെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, നെക്സ്റ്റ്
അടുത്ത എന്താന്ന് വെച്ചാൽ രാഗി ഇൻകേർഡ് ഫോളോയിങ് എക്സ്പെൻഡിച്ചർ. രാഗി ഇൻകർ ചെയ്തതിനാൽ രാഗി എന്ന് പറയുന്ന കൺസൈനറിന് വേണ്ടിയിട്ട് എക്സ്പെൻഡിച്ചർ ഇൻകർ ചെയ്യുമ്പോൾ ജേർണൽ കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ്. കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ്. ഓക്കെ, അതിന്റെ അണ്ടറിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലൈറ്റ്, ഇൻഷുറൻസ്, രണ്ട് മൂന്ന് ഐറ്റംസ് ഉണ്ടെങ്കിൽ അതിന്റെ അടിയിൽ എന്ത് ചെയ്തു, മെൻഷൻ ചെയ്തു ഓരോ പേരും. ഓക്കെ, ഫ്ലൈറ്റ് 7650, ഇൻഷുറൻസ് 3250, ടോട്ടൽ 10,900. 900 ആണ്, അത് 100 അല്ല. ഓക്കെ, ഇനി അതിനുശേഷം നമ്മൾ പറയുന്നത് മിസ് ഗീത റിസീവ്ഡ് ഡെലിവറി ഓഫ് 950 റേഡിയോ സ്റ്റോക്ക് സെറ്റ്സ്. 1000 അയച്ചിട്ട് 950 കിട്ടിയിട്ടുള്ളൂ. അവിടെ തന്നെ നിങ്ങൾ മനസ്സിലാക്കിക്കോ, 50 റേഡിയോ സെറ്റ് എവിടെയോ മിസ് ആയിട്ടുണ്ട്. അതാണ് അബ്നോർമൽ ലോസ്. ഓക്കെ, എന്നിട്ട് പറയുന്നത് showed that 750 sets were sold for 9 lakhs. ഈ എന്ത് ചെയ്തിട്ടുണ്ട്, 950 സെറ്റ്സ് സെയിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ജേർണൽ എൻട്രി എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ ക്യാഷ് ഒന്നും പറയുന്നില്ല, നമുക്ക് എന്ത് ചെയ്യാം, ക്യാഷ് സെയിലാണ് എന്തെങ്കിലും നമുക്ക് എസ്യൂം ചെയ്യാം, ക്യാഷ് സെയിൽ എസ്യൂം ചെയ്യാം. ഓക്കെ, എന്താ ജേർണൽ എൻട്രി, ഗീത അക്കൗണ്ട് ഡെബിറ്റ് ടു കൺസൈൻമെന്റ് അക്കൗണ്ട്. എന്താ ജേർണൽ എൻട്രി, ഗീത അക്കൗണ്ട് ഡെബിറ്റ് ടു കൺസൈൻമെന്റ് അക്കൗണ്ട്. ഓക്കെ, എത്ര എമൗണ്ട് വരുന്നത്, 9 lakhs. ഓക്കെ മക്കളെ, ഗീത അക്കൗണ്ട് ഡെബിറ്റ് ടു കൺസൈൻമെന്റ്. ഗീതയാണ് ഇവിടെ വേണ്ടത്, സെയിൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രാക്കറ്റിലാണ് കാണിക്കേണ്ടത്. ഗീതയാണ് നമുക്ക് ബൈ ഗീത. ഓക്കെ, ബ്രാക്കറ്റിലെ സെയിൽസ്. ഓക്കെ, ഞാൻ തെറ്റ് ചെയ്തു പോയതാണ്. ഓക്കെ, ബൈ ഗീത സെയിൽസ് 9 lakh rupees. സെയിൽസ് ചെയ്ത് 9 lakh rupees. ഓക്കെ, സെയിൽ ചെയ്തുമ്പോൾ ജേർണൽ. അപ്പൊ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഗീതന്റെ അക്കൗണ്ടിൽ, ഓക്കെ, ഗീതന്റെ അക്കൗണ്ടിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഡെബിറ്റ് സൈഡ് ടു കൺസൈൻമെന്റ്. എത്ര എമൗണ്ട്, 9 lakh rupees. നമ്മളാണ് ഗീതന്റെ അക്കൗണ്ട് എടുക്കുന്നത്. ഓക്കെ മക്കളെ, മനസ്സിലാക്കണം. ഇനി അത് കഴിഞ്ഞതിന് ശേഷം എന്താ പറയുന്നത് വെച്ചാൽ, ഓക്കെ, 750 സെറ്റ്സ് ആണ് സെയിൽ ചെയ്തത്. മനസ്സിലാക്കണം, 950 കിട്ടിയിട്ട് 750 സെയിൽ ചെയ്ത് ബാക്കി എത്ര ഉണ്ട്, 200 ഉണ്ട്. ഓക്കെ, 200 അയാളെ കയ്യിലുണ്ട്, ശ്രദ്ധിക്കുക. എന്നിട്ട് പറയും ഗീത ഇൻകേർഡ് 10,500 ഫോർ കാരേജ്. എന്നിട്ട് കാരേജിന്റെ ജേർണൽ എന്താ, കൺസൈനി എക്സ്പെൻഡിച്ചർ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ ജേർണൽ കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു കൺസൈനി. കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു കൺസൈനി എന്ന് പറയുമ്പോൾ, ഓക്കെ, കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു കൺസൈനി എന്ന് പറയുമ്പോൾ, ഓക്കെ, കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു കൺസൈനി, അതായത് കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഗീത. കാരേജ് എത്രയാണ്, 10,500. നമ്മൾ അതെന്ത് ചെയ്യണം, എവിടെ പോസ്റ്റ് ചെയ്യണം, നമ്മൾ കൺസൈൻമെന്റ് അക്കൗണ്ട് ബൈ കൺസൈൻമെന്റ്. ഓക്കെ, ബൈ കൺസൈൻമെന്റ് ബ്രാക്കറ്റിൽ വേണമെങ്കിൽ കാരേജ് എന്ന് പറഞ്ഞിട്ട് എഴുതിക്കോ, കാരണം മനസ്സിലാവാൻ വേണ്ടിയിട്ട്. എത്ര എമൗണ്ട്, ഇഫ് ഐ റൈറ്റ് 10,500. ഓക്കെ, നെക്സ്റ്റ് എന്താന്ന് വെച്ചാൽ മിസ് ഗീത വാസ് എൻഡേറ്റഡ് ടു കമ്മീഷൻ 6% ഓൺ ദി സെയിൽസ്. ഓക്കെ, 6% ഓൺ സെയിൽസ് എന്ന് പറയുമ്പോൾ കമ്മീഷൻ നമ്മൾ കണ്ടുപിടിക്കാം. അതായത് കമ്മീഷൻ 9 lakhന്റെ 6% 54,000. എന്താ ജേർണൽ എൻട്രി, കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു കൺസൈനി. ഓക്കെ, കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഗീത. എത്ര എമൗണ്ട്, 54,000. നമ്മൾ അവിടെ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, വർക്കിംഗ് നോട്ട് എഴുതിയിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യാം, ബൈ കൺസൈൻമെന്റ്. ഓക്കെ, അല്ലെങ്കിൽ ബൈ കൺസൈൻമെന്റ് എഴുതിയിട്ട്, ഓക്കെ, ബൈ കൺസൈൻമെന്റ് എഴുതാം. കാരേജ് 10,500, കമ്മീഷൻ എത്ര എമൗണ്ട്, 54,000. ഓക്കെ, 54,000. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അടുത്ത എന്താ പറയുന്നത് വെച്ചാൽ റിപ്പയറിംഗ് ചാർജസ് പേ ചെയ്തിട്ടുണ്ട്. അതും ആരാ പേ ചെയ്ത്, കൺസൈനി. എന്നാൽ ജേർണൽ എൻട്രി എന്താ, കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു റിപ്പയേഴ്സ്. ഓക്കെ, കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു റിപ്പയേഴ്സ് അല്ല, കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഗീത. ഓക്കെ, എന്തെങ്കിലും പേ ചെയ്ത് റിപ്പയേഴ്സ് അക്കൗണ്ട് 2,500. നിങ്ങൾക്ക് ടോട്ടൽ ചെയ്താൽ 6,500 കിട്ടും. നിങ്ങൾ എന്ത് ചെയ്യാൻ, ആ ജേർണൽ എൻട്രി എവിടെ പോസ്റ്റ് ചെയ്യാണ്ട്, കൺസൈൻമെന്റ് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യാനുണ്ട്. അതായത് റിപ്പയേഴ്സ് ക്രെഡിറ്റ് സൈഡ്. എത്ര എമൗണ്ട്, 2,500. എന്നിട്ട് നിങ്ങളോട് പറയുന്ന ക്വസ്റ്റ്യനിൽ മിസ് രാഗി ലോഡ്ജ് എ ക്ലെയിം വിത്ത് ഇൻഷുറൻസ് കമ്പനി വിച്ച് വാസ് അഡ്മിറ്റഡ് 35,000. ഓക്കെ, ഇൻഷുറൻസ് കമ്പനിയിൽ നമുക്ക് 35,000 rupees എന്ത് ചെയ്യുന്നുണ്ട്, അബ്നോർമൽ ലോസിന് റിലേറ്റഡ് ആയിട്ട് കിട്ടുന്നുണ്ട്. പക്ഷെ നമുക്ക് അറിയില്ല അബ്നോർമൽ ലോസ് എത്രയാണ്, അതെല്ലാം നമ്മൾ കണ്ടുപിടിക്കണം. വെയിറ്റ്, അതൊക്കെ കണ്ടുപിടിക്കണം. വെയിറ്റ് എന്താ പറയുന്നത് വെച്ചാൽ, നിങ്ങൾ നോക്കിയാട്ടെ, സെയിൽസ് ട്രീറ്റ് ചെയ്തു. ഓക്കെ, സെയിൽസ് ട്രീറ്റ് ചെയ്തു, എല്ലാ എക്സ്പെൻഡിച്ചറും ട്രീറ്റ് ചെയ്തു. നമ്മൾ അതിന് അടുത്ത് കണ്ടുപിടിക്കേണ്ടത് അബ്നോർമൽ ലോസ് എത്രയാണ്. ഓക്കെ, ശ്രദ്ധിക്കുക എല്ലാവരും, അബ്നോർമൽ ലോസ്, കാൽക്കുലേഷൻ ഓഫ് അബ്നോർമൽ ലോസ്. അബ്നോർമൽ ലോസ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അബ്നോർമൽ ലോസ് എന്ന് പറഞ്ഞാൽ 50 സെറ്റാന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. കാരണം 1000 അയച്ചിട്ട് 950 കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ, 50 കിട്ടിയിട്ടില്ല. അതാണ് അബ്നോർമൽ ലോസ്. ഓക്കെ, കോസ്റ്റ് ടു ദ കൺസൈനർ. അയാൾ കൺസൈനർ വാങ്ങിക്കുമ്പോൾ എത്ര പ്രൈസ് ഉണ്ടായത്, എത്രയാണ്, 50 സെറ്റിന് 900 rupees. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ടോട്ടൽ എത്രയാ, 45,000 rupees.
ഇനി ആഡ് പ്രപ്പോർഷനേറ്റ് എക്സ്പെൻസ് ഇൻകേർഡ് ബൈ കൺസൈനർ. കൺസൈനർ ഇവിടുന്ന് അയക്കാൻ വേണ്ടിയിട്ട് അയക്കുമ്പോ ഈ 50 ഗുഡ്സ് ഇവിടെ തന്നെ ഇല്ലേ, ഈ 50 ഗുഡ്സ് ഇല്ലേ, ഈ 50 ഗുഡ്സ് അയച്ചതിന് ശേഷമല്ലേ നമ്മളത് നഷ്ടപ്പെട്ടു പോകുന്നത്. അതായത് നമ്മൾ എന്ത് ചെയ്തത്, ഫ്രൈറ്റും ഇൻഷുറൻസും പേ ചെയ്തത്, ആ ഫ്രൈറ്റും ഇൻഷുറൻസും ഓരോ യൂണിറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, അപ്പോർഷനേറ്റ് ചെയ്യണം. അതായത് നമ്മൾ എന്ത് ചെയ്യണം എന്നോ, അതായത് നമ്മുടെ അബ്നോർമൽ ലോസ് റിലേറ്റഡ് ആയിട്ട് എത്രയാണ് ചെലവ് എന്ന് കണ്ടുപിടിക്കണം. ആഡ് പ്രപ്പോർഷനേറ്റ് എക്സ്പെൻസ് ഇൻകേർഡ് ബൈ ദി കൺസൈനർ. അതായത് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ 10,900 ചെലവാക്കിയത്. എങ്ങനെ 10,900 കിട്ടുന്നത്? ഓക്കെ, 10,900 ഈ ടോട്ടലാണ് നമുക്ക് കിട്ടുന്നത്. 7650 3250. 10,900 എന്ന് പറയുന്നത് 1000 ഗുഡ്സിൻ്റെതാണ്. എത്ര? 1000 ഗുഡ്സ്. അതുകൊണ്ട് ഡിവൈഡ് ചെയ്യും 1000. അതായത് 10,900 1000 ഗുഡ്സിനാണെങ്കിൽ ഒരു ഗുഡ്സിന് എത്രയാണ്? 10.9 റുപ്പീസ്. എത്രയാണ്? 10.9 റുപ്പീസ്. നമുക്ക് എത്ര ലോസ് വന്നത്? 50 സെറ്റ്. എത്ര നഷ്ടം വന്നത്? 50 സെറ്റ്. നമ്മൾ എന്ത് ചെയ്യുക? 50നോട് മൾട്ടിപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് എന്ത് കിട്ടും? 545 കിട്ടും. ടോട്ടൽ എന്ന് പറയുന്നത് 45,545. അതാണ് ഗ്രോസ് അബ്നോർമൽ ലോസ്. നമുക്ക് ശരിക്കും നഷ്ടമായത് 45,545. പക്ഷെ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്തു? 35,000 രൂപ ഇൻഷുറൻസ് കമ്പനി തന്നിട്ടുണ്ട്. അന്നേരം ശരിക്കും നഷ്ടം എത്രയാ? 10,545. അതിനാ പറയുക നെറ്റ് അബ്നോർമൽ ലോസ്. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ജേർണൽ എൻട്രി, ഇൻഷുറൻസ് കമ്പനി അക്കൗണ്ട് ഡെപ്റ്റ് 35,000, അബ്നോർമൽ ലോസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു കൺസൈൻമെന്റ് അക്കൗണ്ട്. അബ്നോർമൽ ലോസ് എത്രയാ? 10,545. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുക? അത് ക്രെഡിറ്റ് സൈഡ് ട്രീറ്റ് ചെയ്യാം. ഇൻഷുറൻസ് കമ്പനി 35,000, P&L അക്കൗണ്ട് അതായത് അബ്നോർമൽ ലോസ് എത്രയാ? 10,545. ഓക്കെ, ഒന്നുമില്ല, നിങ്ങൾ ഈ അബ്നോർമൽ ലോസിന്റെ ഗ്രോസ് എമൗണ്ട് നിങ്ങൾ ക്രെഡിറ്റ് ചെയ്യണം. എങ്ങനെ ക്രെഡിറ്റ് ചെയ്യാം? 30,000 നമ്മൾ എന്ത് ചെയ്യും? ഇൻഷുറൻസ് കമ്പനിന്റെ കാണിക്കും, ബാക്കി നമ്മുടെ ലോസ് ആയിട്ടും കാണിക്കും. ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്താ കണ്ടുപിടിക്കുന്നത് വെച്ചാൽ ഇൻവെന്ററീസ് ആണ്. ബൈ ഇൻവെന്ററീസ് ഓൺ കൺസൈൻമെന്റ്. വർക്കിംഗ് നോട്ട് നമ്പർ 2 നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, വർക്കിംഗ് നോട്ട് നമ്പർ 2 ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, താഴേക്ക് പോവാം. ഇൻവെന്ററീസ് ബാക്കി നമുക്കുള്ളത് 200 സെറ്റ് ആണ്. ഓക്കെ, 200 സെറ്റ് 900 രൂപക്ക് എന്ന് പറഞ്ഞാൽ 1,80,000 റുപ്പീസ് ആണ് വരുന്നത്. ഓക്കെ, അതേപോലെ നമ്മൾ എടുത്ത് ഫ്ലൈറ്റും ഇൻഷുറൻസും നമ്മൾ പേ ചെയ്തിട്ടില്ലേ, അത് ഈ 200 ഗുഡ്സിനും ആപ്ലിക്കബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആഡ് പ്രപ്പോർഷനേറ്റ് എക്സ്പെൻസസ് ബൈ കൺസൈനർ. എത്രയാണ്? 10,900 1000-നാണെങ്കിൽ 200-ന് എത്ര? 10,900 1000-ന് എന്ന് പറയുമ്പോൾ എത്ര കിട്ടും നിങ്ങൾക്ക്? 10.9 കിട്ടും. അത് ഇൻറ്റു 200 എത്ര എമൗണ്ട് വരുന്നത്? 2,180. പിന്നെ അതിനുശേഷം അവിടെ ഗുഡ്സ് എത്തിയതിനു ശേഷം ആദ്യം ആര് പേ ചെയ്തിട്ടുണ്ട്? എക്സ്പെൻഡിച്ചർ, കൺസൈനിങ് എക്സ്പെൻഡിച്ചർ പേ ചെയ്തിട്ടുണ്ട്. എന്ത്? കാരേജ്. കാരേജിനും പ്രപ്പോർഷനേറ്റ് ആർക്ക് വരും? ഈ ഗുഡ്സിന് വരും. 200-ൽ വരും. ശ്രദ്ധിക്കുക എല്ലാവരും. ആഡ് കാരേജ് പെയ്ഡ് ബൈ കൺസൈനി. അത് 10,500 രൂപയെ ചെലവാക്കിയത്. എത്ര ചെലവാക്കിയത്? 10,500 രൂപ. മക്കളെ 10,500 ഡിവൈഡ് ബൈ 1000 ചെയ്യരുത്. കാരണം 950 അയാൾക്ക് കിട്ടിയിട്ടുള്ളൂ. ഈ 950-ന്റെ മേലെയാണ് അയാൾ ചെലവാക്കിയത് 10,500. 950-ന്റെ മേലെയാണ് എത്ര ചെലവാക്കിയത്? 10,500. അതായത് 10,500 ഡിവൈഡഡ് ബൈ 950. അതായത് ഒരു ഗുഡ്സിന്റെ മേലെ, ഒരു സെറ്റിന്റെ മേലെ 11 രൂപ, 11 പോയിന്റ് സംതിങ് ആണ് എന്ത് ചെയ്തത്? ഇൻകർ ചെയ്തത്. നിങ്ങൾ എന്ത് ചെയ്യുക? 200 സെറ്റ് അല്ലേ നമുക്കുള്ളത്, 200 മൾട്ടിപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് കിട്ടും 2211. റൗണ്ടിങ് ഓഫ് ആണ്. 2210 കിട്ടും, ചിലപ്പോൾ 2211 കിട്ടും. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ കിട്ടും 1,84,391. നിങ്ങൾ അതെന്ത് ചെയ്യുക? ക്ലോസിംഗ് സ്റ്റോക്ക് നോട്ട് ക്രെഡിറ്റ് ചെയ്യുക. ഓക്കെ, ക്രെഡിറ്റ് ചെയ്യാം 1,84,391. ഓക്കെ, അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്താൽ മതി എന്ന് വെച്ചാൽ നിങ്ങൾ പ്രോഫിറ്റ് കണ്ടുപിടിക്കുക. പ്രോഫിറ്റ് കണ്ടുപിടിക്കുമ്പോൾ 1,52,036 കിട്ടും. ഓക്കെ, നിങ്ങൾ നമ്മളോട് എന്താ പറയുന്നത് വെച്ചാൽ ഷോ ദി കൺസൈൻമെന്റ് അക്കൗണ്ട്. ഓക്കെ, ഓക്കെ, 2 minutes ബ്രേക്ക് ആണ് മക്കളെ. നമ്മളിപ്പോ എല്ലാം ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ നോക്കിയാട്ടെ നമുക്ക് പ്രോഫിറ്റ് ഓർ ലോസ് കിട്ടി. ഓക്കെ, മക്കളെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ക്രെഡിറ്റ് സൈഡ് കൂടുതലാണെങ്കിൽ പ്രോഫിറ്റ്, ഡെബിറ്റ് സൈഡ് കൂടുതലാണെങ്കിൽ ലോസ്. ഈ പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രീറ്റ് ചെയ്യും. ഇത് കൺസൈൻമെന്റ് പ്രോഫിറ്റ് ആണ്. നമ്മൾ പറഞ്ഞില്ലേ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പഠിക്കുമ്പോൾ ട്രേഡിംഗ് പ്രോഫിറ്റിനെ നമ്മൾ എന്ത് ചെയ്യും? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതേപോലെ ഇവിടെ എന്തെങ്കിലും പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഇനി അടുത്ത എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഗീത അക്കൗണ്ട് ആണ്. ഗീത അക്കൗണ്ടിൽ നമ്മൾ എല്ലാം ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞു.
ഇനി നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, സെറ്റിൽമെന്റിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ബാലൻസ് ചെയ്യാം. 9 lakh rupees, 9 lakh rupees. ഓക്കെ, ബൈ ബാലൻസ് ക്യാരി ഡൗൺ. അതായത് ഗീത എന്ന് പറയുന്ന അത്ര തരാനുണ്ട്. 9 lakh 10,500 മൈനസ് ചെയ്യുക, 54,000 മൈനസ് ചെയ്യുക, 2,500 മൈനസ് ചെയ്യുക. ദാറ്റ് ഈസ് 8,33,000 തരാനുണ്ട്. അത് പിന്നെ അവർ തരുമായിരിക്കും, നമ്മൾ അതൊന്നും നോക്കേണ്ട ആവശ്യം, നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ മക്കളെ, ഞാനിപ്പോ ചെയ്തത് ഒരു സിസ്റ്റമാറ്റിക് പ്രസന്റേഷൻ ആണ്. ബട്ട് നമുക്ക് ഏതാണോ കംഫർട്ടബിൾ അത് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും. ബട്ട് സ്റ്റെപ്സ് ഒക്കെ കാണിക്കണം. വെറുതെ നമ്മൾ മക്കപ്പ് ചെയ്യരുത്, സ്റ്റെപ്സ് കാണിക്കണം. ഓക്കെ, നിങ്ങൾ നോക്കട്ടെ, ഇത് വേണമെങ്കിൽ നമുക്ക് ഇത്ര കഷ്ടപ്പെടുന്നു വേണ്ട. 900 ആണ് ഒരു യൂണിറ്റിന്റെ പ്രൈസ്. 900 ആണ് എന്ത് ഒരു യൂണിറ്റിന്റെ പ്രൈസ്. ഓക്കെ, 10,900 എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്തു. എത്ര? 1000 യൂണിറ്റ്സ്. അതായത് 10.9. അതായത് കോസ്റ്റ് എത്രയാ? 910.9 into 5, that is equal to 45,545. This is abnormal loss. ഇങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, പിന്നെ അതേപോലെ അടുത്തത് 900 നമ്മൾ ഗുഡ്സ് സെൻഡ് ചെയ്തു. 10.9 നമ്മൾ റിലേറ്റഡ് ടു എന്താണ്? ഫ്രൈറ്റ്. ബട്ട് നെക്സ്റ്റ് ഐറ്റം എടുക്കുമ്പോൾ നമ്മൾ ഇമ്പോർട്ടൻറ്റ് 10,500 ഡിവൈഡ് ബൈ 950, അതായത് 10.53. നിങ്ങൾക്ക് ആൻസർ കിട്ടും 92.43, അപ്രോക്സിമേറ്റ്ലി 1,84,286. ചെറിയ എമൗണ്ടിന്റെ മാറ്റം, 100 രൂപന്റെ ചെറിയ ഡിഫറൻസ് ഉണ്ട്. അത് റൗണ്ടിങ് ഓഫിന്റെ പ്രശ്നം മാത്രം. അറൌണ്ട് 110 രൂപ ഡിഫറൻസ് ഉണ്ട്, അത് റൗണ്ടിങ് ഓഫിന്റെ പ്രശ്നം മാത്രം. ഓക്കെ, ഇങ്ങനെയും ചെയ്യാം, ഇൻഡിവിജ്വൽ ബേസും ചെയ്യാം, ടോട്ടൽ ബേസിനും ചെയ്യാം. എങ്ങനെയായാലും കൺസെപ്റ്റ് തന്നാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4. Vikram Milk Foods Company Limited of Vikrampur sent to Sundar Stores. Okay, ഇത് കൺസൈനർ. ഓക്കെ, ഇവിടെ വലിയ എസ്ഓത്തെ പേരിലിട്ട് നമുക്ക് ഔട്ട് ആക്കണ്ട. കൺസൈനി ഏതോ സ്ഥലം. ഓക്കെ, എന്തോ കൂലി. 500 kg of baby food packed in 200 tins of net weight of 1 kg, 600 packets of net weight half kg for sale on consignment basis. അതായത് ഒന്നുമില്ല, 5000 കിലോന്റെ ഗുഡ്സ് അയച്ചിട്ടുണ്ട്. 5000 കിലോ. അത് 5000 കിലോ എങ്ങനെ അയച്ചെന്ന് വെച്ചാല്, ഓക്കെ, 2000 ടിന്ന്. ഓക്കെ, 2000 ടിന്നിന്റെ വെയിറ്റ് എത്രയാന്ന് വെച്ചാൽ 1 kg ആണ് ഒരു ടിന്നിന്റെ വെയിറ്റ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 200 kg വരും. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക, 600 പാക്കറ്റ്സ് ഓഫ് നെറ്റ് വെയിറ്റ് ഹാഫ് kg. 600 പാക്കറ്റ്സ് അല്ലെങ്കിൽ ടിന്ന്. ഓക്കെ, വാട്ട് എവർ മേ ബി 600 പാക്കറ്റ്സ് ഓഫ് ടിന്നോ അങ്ങനെയായാലും. ഓക്കെ, 600 ടിൻ ഹാഫ് kg എത്രയാ? 3000 kg. ഓക്കെ, ഇതാണ് നമ്മുടെ എന്ത് ഗുഡ്സ് സെൻഡ് ചെയ്തത്. ഓക്കെ, ഗുഡ്സ് സെൻഡ് ചെയ്തത്. ഇനി അതായത് ടോട്ടൽ എത്രയാണ് വരുന്നത്? 5000 വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നത് the consignee's commission was fixed at 5% on sale proceeds. വിൽക്കുന്നതിന് 5% എന്ത് കമ്മീഷൻ. The cost price and selling price of the product were as under. കോസ്റ്റ് പ്രൈസ് തന്നിട്ടുണ്ട്, സെല്ലിംഗ് പ്രൈസ് തന്നിട്ടുണ്ട്. 10 രൂപയാണ് ഒരു ടിന്നിന്റെ കോസ്റ്റ്. 1 കിലോന്റെ ടിന്നിന് 10 രൂപയാണ് കോസ്റ്റ്. സെല്ലിംഗ് പ്രൈസ് 15 രൂപ. ഹാഫ് കിലോന്റെ പാക്കറ്റിന് 6 രൂപ 7 രൂപയാണ് വിൽക്കുന്ന പ്രൈസ്, സെല്ലിംഗ് പ്രൈസ്. രണ്ടും തന്നിട്ടുണ്ട്. ഓക്കെ, the consignment was booked on freight to pay basis. ഫ്രൈറ്റ് ടു പേ ബേസിസ്. അതായത് ഒന്നുമില്ല, കൺസൈൻമെന്റ് എങ്ങനെ ബുക്ക് ചെയ്തതെന്ന് വെച്ചാൽ ഫ്രൈറ്റിന്റെ എമൗണ്ട് ആര് പേ ചെയ്യും എന്ന് വെച്ചാൽ കൺസൈനി പേ ചെയ്യും. അതായത് നമുക്ക് പല രീതിയിൽ ഫ്രൈറ്റിന്റെ അഗ്രിമെന്റ് ആക്കാം. അതായത് ഒന്നുകിൽ നമുക്ക് ഇവിടുന്ന് പേ ചെയ്തിട്ട് നമുക്ക് അയക്കാം, അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് അയച്ചിട്ട് അയാളോട് നിങ്ങൾ ആർന്ന് പേ ചെയ്യണം. അതാണ് ഫ്രൈറ്റ് ടു പേ ബേസിസ് എന്ന് പറയുന്നത്. ആൻഡ് ഫ്രൈറ്റ് ചാർജ് കം ടു 2% ഓൺ സെല്ലിംഗ് വാല്യൂ. മക്കളെ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാല് 2% ഓൺ സെല്ലിംഗ് വാല്യൂ ആണ്, അല്ലാണ്ട് 2% ഓൺ കോസ്റ്റ് അല്ല. അതായത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാല്, ഒന്ന് 2% ഓഫ് 15, 2% ഓഫ് 15, 2% ഓഫ് 7. ഇതാണ് എന്ത് ഫ്രൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ബാക്കി നിങ്ങൾ എന്ത് ചെയ്യാം, നമ്പർ ഓഫ് kgനോടോ അല്ലെങ്കിൽ നമ്പർ ഓഫ് ടിന്നിനോടോ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുക. നമ്പർ ഓഫ് kgനോട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, നമ്പർ ഓഫ് kg അല്ലെങ്കിൽ നമ്പർ ഓഫ് ടിന്നിനോട് മൾട്ടിപ്ലൈ ചെയ്യുക, കാരണം ടിന്നാണ് നമ്മൾ വെക്കുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക എല്ലാവരും. 1 case containing 50. Okay, 1 case containing 50. Okay, 1 kg per tin. Okay, അതായത് 1 kg tin ഇല്ലേ, അതിൽ 50 ഉള്ളത് എന്തായിരുന്നു വെച്ചാൽ വാസ് ലോസ്റ്റ് ഇൻ ട്രാൻസിറ്റ്. 50 എന്ത് സംഭവിച്ചു? 50 kg എന്ത് സംഭവിച്ചു? അത് അബ്നോർമൽ ലോസ് ആണ്. 1 kgന്റെ ടിന്നില്ലേ, അതിൽ 50 മിസ്സായി അല്ലെങ്കിൽ ലോസ് ആയി. എങ്ങനെ? അബ്നോർമൽ ലോസ്. ലോസ് ഇൻ ട്രാൻസിറ്റ് എന്ന് പറയുന്നത്, അതായത് നമ്മൾ വഴിയിൽ പോകുമ്പോൾ അങ്ങനെ നഷ്ടപ്പെട്ടു പോയി.
And the transport carrier admitted a claim of 450. ട്രാൻസ്പോർട്ട് കാരിയർ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് 450 രൂപ തരാം, നിങ്ങൾക്ക് വന്ന നഷ്ടത്തിന് ഞാൻ 450 രൂപ തരാം. ഇൻഷുറൻസ് കമ്പനി തരുന്നതിന് പകരം ട്രാൻസ്പോർട്ട് കാരിയർ തരാൻ പറയുന്നത്. അത്രയേ ഉള്ളൂ, പ്രശ്നമൊന്നുമില്ല. ആര് തന്നാൽ നമുക്ക് പൈസ കിട്ടും, അത്രയേ ഉള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? ഇനി at the end of first year, the following information is gathered from the account sales and by the consignee. സെയിൽ പ്രൊസീഡ്സ് 1500 1 കിലോ 1 kg ടിന്ന് വിറ്റു. ഓക്കെ, അതേപോലെ 4000 ഹാഫ് kg ടിന്നും വിറ്റു. ഓക്കെ, ബാക്കി എന്തായിരിക്കും? ക്ലോസിംഗ് സ്റ്റോക്ക് ആയിരിക്കും. സ്റ്റോക്ക് റെന്റ് ആൻഡ് ഇൻഷുറൻസ് ചാർജ് എന്ന് പറയുന്നത് എത്രയാണ്? 600 rupees. സ്റ്റോർ റെന്റ് ആൻഡ് ഇൻഷുറൻസ് ചാർജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പെയ്ഡ് ബൈ കൺസൈനി. സ്റ്റോർ റെന്റ് എന്ന് പറഞ്ഞാൽ അവരെ സ്റ്റോറിന്റെ റെന്റ് ആണ്. അത് ഡയറക്റ്റ് എക്സ്പെൻസ് അല്ല, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അതെന്താണ്? ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. Find out the value of closing stock on consignment. Show the consignment account and consignee's account in the books of Vikram Milk Foods Company Limited, assuming that the consignee had paid the amount due from him. Okay, അതായത് നേരത്തെ ക്വസ്റ്റ്യനിൽ ഗീത എന്ന് പറയുന്നവര്, ഓക്കെ, അതാണ് കൺസൈനി, അവര് പൈസ കൊടുത്തിട്ടില്ല. കൺസൈനി എത്രയാണോ കൊടുക്കാനുള്ളത്, പക്ഷെ ഇവിടെ സെറ്റിൽ ചെയ്തെന്നാ പറയുന്നത്. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സെയിം ക്വസ്റ്റ്യൻ ആ മക്കളെ, നമ്മൾ എന്താണോ ഓൾറെഡി ചെയ്തത് ആ സെയിം ക്വസ്റ്റ്യൻ ആണ്. ബട്ട് ഇവിടെ ഒരേ ഒരു പ്രശ്നമേ ഉള്ളൂ, ഫ്രൈറ്റ് എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസിന്റെ മേലെ. നേരത്തെ കേസിൽ ഫ്രൈറ്റ് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്, ഇവിടെ ഫ്രൈറ്റ് എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസിന്റെ മേലെ. നമ്മൾ ഇതാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്.